കുറച്ചുകൂടി മാത്രം. പെൻസിൽ നോക്കി നല്ല രസമല്ലേ, ക്യൂട്ട് പെൻസിൽ നോക്കി. താങ്ക് യു കാക്ക. ഒരു ചപ്പും കഷ്ണം കൊടുത്തിട്ട് പുറത്തുനിന്ന്. ഹലോ, ഹായ്, അസ്സാം വലൈക്കും. അപ്പോൾ മുഹറം 9 നോമ്പിൻ്റെ വിശേഷം കൊണ്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള വൈകുന്നേരം 4:30 മണിക്കാണ് കേട്ടോ അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത്, ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ കടി ഉണ്ടാക്കണില്ല കേട്ടോ, കടി പൊറാട്ട വാങ്ങുകയാണ്. കാരണം ബീഫ് കിട്ടിയപ്പോൾ പിന്നെ ബീഫ് മുകളിട്ടതും പൊറാട്ട ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതാണല്ലോ ഏറ്റവും രസം അല്ലേ, ബീഫ് മുകളിട്ടതിൻ്റെ കൂടെ പൊറാട്ട. അപ്പോൾ അതിന് വേണ്ടി ഇതാ ഇറച്ചി കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഫുള്ളായിട്ട് കട്ട് ചെയ്യണില്ല, നേർക്ക് മാത്രം കട്ട് ചെയ്യണുള്ളൂ കേട്ടോ. ബാക്കിയുള്ള ഫ്രിഡ്ജിൽ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കേക്ക് എടുത്തിട്ട് നമുക്കൊന്ന് ബീഫൊന്ന് മുളകിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ അടുപ്പത്ത് ഉള്ളിയൊക്കെ നല്ലോണം വാട്ടാൻ വെച്ച്, ഉള്ളിയും മുളകിട്ട് ഉപ്പിട്ട് കണ്ട് വാട്ടാൻ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചൊക്കെ സെറ്റാക്കി എടുക്കണം. പിന്നെ മക്കളെല്ലാവരും നോറ്റതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പൊരി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പഴംപൊരി പൊരിച്ചാൽ വേണ്ടിയിട്ട് പഴം കൊണ്ടുവന്നിരിക്കണം. അപ്പോൾ ആ പഴമൊന്ന് മാവ് കൂട്ടിയിട്ട് വിചാരിച്ചുകൊണ്ട് മൈദയും കടലമാവും കുറച്ച് സോഡപ്പൊടിയും കുറച്ച് ഉപ്പൂട്ട് പഞ്ചസാരയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കാണാൻ സെറ്റാക്കി വെക്കണം കേട്ടോ. എന്താണ് എന്തെങ്കിലും പൊരി ഉണ്ടാക്കാൻ ഞാൻ മക്കൾക്ക് പരാതിയേക്കാറ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം. പിന്നെ ജ്യൂസായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ നാരങ്ങ വെള്ളവും ഒക്കെ റെഡിയാക്കാനാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിലും ബീഫ് മുകളിട്ടുണ്ടാകുമ്പോൾ പൊറാട്ടയാണ് നല്ലത്. പത്തിരി ഉണ്ടാക്കാനെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ബീഫ് അടുത്ത അയൽവാസിൻ്റെ വീട്ടിൽ നിന്ന് മുടികാഴ്ചൻ്റെ ഇറച്ചി കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അത് കിട്ടിയപ്പോൾ പിന്നെ പത്തിരി ഉണ്ടാക്കണ്ട, പൊറാട്ട ആയിക്കോട്ടെ എന്നങ്ങോട്ട് വിചാരിച്ച്. അങ്ങനെ ഇക്കാനോട് രാവിലെ തന്നെ പറഞ്ഞു വെച്ചിരിക്കണം കേട്ടോ പൊറാട്ട കൊണ്ടുവരാൻ. അപ്പോൾ ഇനി വൈകുന്നേരം നോമ്പറക്കാനാകുമ്പോഴത്തേന് പൊറാട്ട ഇവിടെ എത്തും. അപ്പോൾ കറി മാത്രം റെഡിയാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പഴംപൊരിക്കാനുള്ള മാവ് റെഡിയാക്കി വെക്കുകയാണ്. സോഡപ്പൊടി കുറച്ചിട്ട് കൊടുക്കട്ടെ, എന്നെങ്കിലും ഒന്ന് പൊന്തി കിട്ടുള്ളൂ, നന്നായി കിട്ടുള്ളൂ. ഏകദേശം 5 മണി 5:30 ആവാനായിക്കണം കേട്ടോ. ആ നേരത്താണ് മാവ് കൂട്ടി വെക്കണത്. അപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയും എല്ലാം മസാലകളൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോൾ ഞാനിതാ ഇറച്ചിട്ട് കൊടുത്തിരിക്കണം കേട്ടോ. ബീഫ് ആകുമ്പോൾ പിന്നെ ഒരു 6 വിസിലടിച്ചുമ്പോഴത്തേനും നമ്മൾ ബീഫോടെ മുളകിട്ട് സെറ്റായി കിട്ടും. കുക്കർ അങ്ങോട്ട് മൂടി വെക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കുക്കർ മൂടി അടുപ്പ് ശരിയാവില്ല കേട്ടോ, കാറ്റൊക്കെ വിസിലൊക്കെ പുറത്ത് പോകും. അങ്ങനെ ഏതായാലും ഇന്ന് ശരിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒന്ന് പഴം കട്ട് ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. ആ പഴം ചിലത് പഴുത്തതുകൊണ്ട് ചിലത് ഹാഫ് പഴുപ്പായതുകൊണ്ട് കേട്ടോ. പഴംപൊരിക്ക് പറഞ്ഞാൽ നല്ല പഴുത്ത പഴമാണ് നല്ല രസം കേട്ടോ. പഴംപൊരിക്കാവുമ്പോൾ അത്യാവശ്യം നല്ല പഴുപ്പ് വേണം പഴത്തിന്, അപ്പോഴാണ് പഴംപൊരി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മളെത്ര പഞ്ചസാര ഇട്ടാലും പഴുത്ത പഴം കൊണ്ട് ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ പഴംപൊരിയൊക്കെ മാവ് കൂട്ടി വെച്ച് പിന്നെ കുക്കറിൽ നിന്ന് തന്നെ വിസിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ കേട്ടോ. അപ്പോൾ ഞാനവിടെ പാത്രങ്ങൾ കുറച്ച് മോറാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മോറി വെക്കുകയാണ് കേട്ടോ പാത്രങ്ങൾ. മനോട്ടിന് പിന്നെ കൈ കെട്ടി കൈ വീണുകാണ്ട് ചതവുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മരുന്നൊക്കെ കുടിച്ചാണ്ട്. അപ്പോൾ ഓൻ നോമ്പ് പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരിക്കലുള്ള ചോറും കൂട്ടാനും ഉണ്ടാക്കിയ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മോറി റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. ചുട്ടിതാ ഗൈസ് സ്കൂളിലൊക്കെ കഴിഞ്ഞ് റെഡി ആയിരിക്കണം കേട്ടാ. എന്താ വായിച്ചേ? കുട്ടിയാന എവിടെ പിറന്നാൾ വിരുന്ന്. ഓള് 2ാം ക്ലാസ്സിൽ എത്തിക്കുള്ളൂ ഗൈസ്. അപ്പൊ ടീച്ചർമാർക്ക് കഥാപുസ്തകം തരും, അത് നമ്മൾ വായിക്കണം. വായന പഠിച്ചാണല്ലേ. വേറെ കുട്ടികളൊക്കെ നമ്മള് വായിക്കണേക്കാണ്. ഫസ്റ്റ് വണ്ടും അതൊക്കെ വണ്ടും ആദ്യം എന്നിട്ട് വേറെ വേറെ കിട്ടിയില്ലേ. പിന്നെ അത് കണ്ട് അതിന്റെ വേറെ കിട്ടി. ഇങ്ങനെ കിട്ടി പോണ്ടേ. അച്ചുടി നോമ്പ് ഒരിടില്ല ഗൈസ്. അച്ചുടി നോമ്പ് ഒരിടില്ല ഗൈസ്. ഞാൻ പറ്റുന്ന നോമ്പ് ഒളിപ്പിച്ചാൽ അയച്ചിട്ടില്ല. ഏകദേശം നമ്മൾ ചുട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളെ മാനുപ്പക്കാക്ക് കൊണ്ടതാണ് ഈ പെൻസില്. ഇമ്മ മായ്ക്കടപ്പുറം ഉണ്ട് ഇതൊക്കെ. അപ്പൊ ഇതെല്ലാം മാറ്റം ചെയ്യാം. നമ്മള് കൈമ ഇങ്ങനെ ആക്കുമ്പോ നല്ല രസക്കാരം. ഈ വേനൊക്കെ ഇത് വേണ്ടത് നമ്മൾക്ക് എടുക്കാട്ടോ. ഇത് കഴിയുമ്പോഴാണ് മാറ്റല്ലേ. മഴ കഴിയൂലേ, അപ്പോഴാണ് മാറ്റേണ്ടിട്ടാ. അപ്പൊ ഞങ്ങളെ മാനുപ്പക്കാക്ക് കൊണ്ടുവന്ന പെൻസിൽ നോക്കി നല്ല രസമല്ലേ, ക്യൂട്ട് പെൻസിൽ നോക്കി. താങ്ക് യു.
അങ്ങനെ ഇതാ ബാങ്ക് കൊടുക്കാനായി ഒക്കെ ടേബിൾ മക്കോട് നിരത്തി വെച്ച് കൊടുക്കാൻ കേട്ടോ. കുറച്ച് മുസമ്പി ഉണ്ടായിരുന്നു, 2 മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് ചെത്തി വെച്ച് പിന്നെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. പൊറാട്ടി അവിടെ പോത്തിന് എത്തി ഇപ്പച്ച് വന്ന് പൊറാട്ടയും കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ പിന്നെ പൊറാട്ടയും പഴംപൊരിയും എല്ലാം ഒന്ന് ടേബിൾ മക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ബീഫ്ക്ക് ചപ്പ് കിട്ടിയില്ല കേട്ടോ. ചപ്പും കറിവേപ്പിൻ്റെ കുറവും കൂടി ഉണ്ട്. എന്നാലും ബീഫ് ഇറച്ചി പ്രത്യേക ടേസ്റ്റാണ് ബീഫ് മുളകിട്ടത്. അപ്പോൾ ഏതായാലും ഒക്കെ റെഡിയാക്കി നമ്മൾ മക്കളെല്ലാവരും കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം റെഡിയായി നോമ്പറക്കാനായി തുടങ്ങിക്കണം കേട്ടോ. പിന്നെ ജ്യൂസൊന്നും കിട്ടിയില്ല, ജ്യൂസ് അടിച്ചാനൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ നാരങ്ങ ഉണ്ടായിരുന്നു, ചെറുനാരങ്ങ. അപ്പോൾ ചെറുനാരങ്ങ കൊണ്ട് അങ്ങോട്ട് വെള്ളം ഉണ്ടാക്കി, നാരങ്ങ വെള്ളം. അപ്പോൾ അതും ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. അല്ലൂട്ട് എന്നോട് തെറ്റിക്കണം ഗൈസ്, അല്ലൂട്ട് എന്നോട് തെറ്റിക്കണം, ഓനോട് മുണ്ടൂല എന്ന് പറയുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ ബാങ്കൊക്കെ കൊടുത്ത് മക്കളെല്ലാവരും നോമ്പറക്കാണ്ട് എല്ലാവരും നോറ്റിന്ന്. അച്ചുട്ടി മാത്രമേ ഒഴിവായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ തന്നെയാണ് നോമ്പിൻ്റെ വിശേഷങ്ങൾ, നോമ്പുതറ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. മക്കളിപ്പോൾ ആരും പൊറാട്ടയും തിന്നൂല. ഇപ്പോൾ ഈ പഴംപൊരിയും വെള്ളമൊക്കെ ഫ്രൂട്ട്സൊക്കെ തിന്നുമ്പോൾ തന്നെ പറയലെന്നറിയട്ടോ. ഇതൊക്കെ തിന്നിട്ട് പോയി. പൊറാട്ട ആരും തിന്നിട്ടില്ല ഗൈസ്, ആരും തിന്നിട്ടില്ല. ഒക്കെ ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇശാ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും തിന്നുള്ളൂ.